ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് കുസിൻസ്. ഈ ഒരു ചൂട് സമയത്തും ഇഫ്താറിനായാലും നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന 7 ടൈപ്പിലുള്ള ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ ഈസി ആയിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം. ആദ്യം നമ്മൾ 3 ഫ്ലേവറുകളിലായിട്ട് കസ്റ്റാർഡ് വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്കാണ് റെഡിയാക്കുന്നത്. പാർട്ടികളിലൊക്കെ ഒരു വെൽക്കം ഡ്രിങ്കായിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. കസ്റ്റാർഡ് ഡ്രിങ്കിന് വേണ്ടി 2 ടീസ്പൂൺ കസ്കസ് 1/4 കപ്പ് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. അടുത്തതായി ഒരു പാത്രത്തിൽ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. പാല് ചെറുതായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ 1/4 കപ്പ് പാലിൽ മിക്സ് ചെയ്തത് ചേർത്ത് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കാം. നമ്മളിവിടെ വനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ പാല് നന്നായി തിളച്ച് ചെറുതായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ തണുപ്പിച്ചെടുത്തിട്ടുള്ള കസ്റ്റാർഡ് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള 2 ടീസ്പൂൺ കസ്കസ്, ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ഇതുപോലെ വളരെ കനം കുറച്ച് ഗ്രേറ്റ് ചെയ്തത്, ഒരാപ്പിളിൻ്റെ പകുതി ഭാഗം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തത്. ഇനി തണുപ്പിന് ആവശ്യമായിട്ടുള്ള ഐസ് ക്യൂബ്സും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ വനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു സെയിം ഡ്രിങ്കിൽ തന്നെ 3-4 ഡ്രോപ്സ് പിസ്ത എസൻസ് ചേർത്ത് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് പിസ്ത ചേർത്ത് നമുക്കിത് സെർവ് ചെയ്യാം. അടുത്തതായി കസ്റ്റാർഡ് ഡ്രിങ്കിലേക്ക് 3-4 ഡ്രോപ്സ് സ്ട്രോബെറി എസൻസ് ചേർത്ത് കൊടുത്ത് ആ ഒരു ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ 3 ഫ്ലേവറുകളിലുള്ള കസ്റ്റാർഡ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ള മിൻറ്റ് ലൈം ജ്യൂസാണ് അടുത്തതായി നമ്മൾ റെഡിയാക്കുന്നത്. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള 1 കൈപ്പിടി പുതിനയില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 3 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ പഞ്ചസാര, ഇനി 2 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തരികളൊന്നും ഇല്ലാതിരിക്കാൻ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അതോടൊപ്പം 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 1 ലിറ്റർ വെള്ളത്തിലാണ് ഈ ജ്യൂസ് റെഡിയാക്കുന്നത്. ഇനി സോക്ക് ചെയ്തിട്ടുള്ള 2 ടീസ്പൂൺ കസ്കസും ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മിൻറ്റ് ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നല്ല ഓറഞ്ച് കളറിലുള്ള ലൈം ജ്യൂസാണ് നമ്മൾ റെഡിയാക്കുന്നത്. അതിനുവേണ്ടി 2 ചെറിയ കഷ്ണം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഇതൊന്ന് നന്നായി അരച്ചെടുക്കണം. അതിനുശേഷം 2.5 കപ്പ് വെള്ളം ചേർത്ത് ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. 1 ലിറ്റർ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ജ്യൂസും റെഡിയാക്കുന്നത്. അടുത്തതായി ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കസ്കസും ഐസ് ക്യൂബ്സും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ക്യാരറ്റ് വെച്ചിട്ടുള്ള ലൈം ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നല്ല പിങ്ക് കളറിലുള്ള ലൈം ജ്യൂസാണ് നമ്മൾ റെഡിയാക്കുന്നത്. അതിനു വേണ്ടി ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലൊന്ന് സ്ലൈസ് ചെയ്ത ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ലൈം ജ്യൂസിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി 2 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനുശേഷം 3-3/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അടുത്തതായി ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ പഞ്ചസാര, അതിൻ്റെ കൂടെ കസ്കസും ഐസ് ക്യൂബ്സും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നല്ല കളർഫുൾ ആയിട്ടുള്ള പിങ്ക് ലൈം ജ്യൂസും നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ക്യാരറ്റ് ബനാന മിൽക്ക് ഷേക്കാണ് അടുത്ത നമ്മുടെ ഡ്രിങ്ക്. അതിനുവേണ്ടി മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നന്നായി പഴുത്തിയിട്ടുള്ള ഒരു നേന്ത്രപ്പഴം, മീഡിയം സൈസിലുള്ള ഒരു ആപ്പിൾ, മധുരത്തിന് വേണ്ടി 10-15 ഡേറ്റ്സ് ഇതുപോലെ കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് 1 കപ്പ് വെള്ളവും 1 കപ്പ് പാലും ചേർത്ത് തീരെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ നമുക്ക് ഒരു ഷെയ്ക്കിൻ്റെ തിക്നെസ്സിലാണ് ഇത് കിട്ടിയിട്ടുള്ളത്.
ഇഫ്താറിന് റെഡിയാക്കുന്നത് കൊണ്ട് ഇതിൽ 1 കപ്പ് പാലും 1 കപ്പ് വെള്ളവും ചേർത്ത് ഒന്നുകൂടി ലൂസാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഷെയ്ക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി 1/2 ടീസ്പൂൺ വനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ വനില പൗഡറാണ് ചേർത്തിട്ടുള്ളത്. ഇതിന് പകരം 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ബനാന മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണിച്ചിട്ടുള്ള 7 ടൈപ്പിലുള്ള ഡ്രിങ്ക്സും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയതായിട്ട് നമ്മുടെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.